അപ്പോൾ അത് ഓയിൽ സ്വിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇവിടെ ഇതാണ് സാധനം. അത് ഓയിലിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സംഭവമാണ്. ഇനി അടുത്തെന്താ അയക്കണേ? അടുത്ത് നമുക്ക് വണ്ടി ഇത് ചെരിച്ചിട്ടിട്ട് നമുക്ക് ഓയിൽ പമ്പ് ഊരിയെടുക്കാം. ഓക്കെ, അപ്പം ഓയിൽ പമ്പിലേക്ക് കിടക്കാം. ഓയിൽ പമ്പ് ഓയിൽ പമ്പാണ് ഇപ്പോൾ ഈ അയച്ചെടുത്തത്. ഇതെന്താ സാധനം? ടൈം ബെൽറ്റ്. അത് ടൈമിംഗ് ചെയിൻ. ഇത് ടൈമിംഗ് ചെയിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് മാറുക. ഇതിലെന്തൊക്കെ മാറുക? ടൈമിംഗ് ചെയിൻ മാറും, ഈ ടെൻഷറും മാറും, ഈ ഗൈഡും മാറും, ഈ ലിവറും മാറും. ആ ടെൻഷനർ ഏതാ? ഇതാണ് ടെൻഷനർ. ഇതാണ് കണ്ട് പുറത്തേക്ക് വന്നിട്ട് കണ്ടില്ലേ? ഈ തള്ളി നിൽക്കണത് അല്ലേ? അപ്പം നമ്മൾ ഇതാണ് ടൈമിംഗ് ചെയ്യാൻ നമ്മൾ മാറുന്ന സാധനം. ഇത് ഫ്രീ കണ്ടില്ലേ? ഇങ്ങനെ ഫ്രീ ആവാൻ പാടില്ല അല്ലേ? അതാണ് അതിൻ്റെ കണക്ക്. മാറുന്നതിൻ്റെ സൗണ്ട് വരുന്നത് പുറത്തേക്ക് ഇങ്ങനെ വരും ചെയ്യും. ഓയിലൊക്കെ കറക്റ്റ് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല. അത് ശരിയാ. ഇത് ശരിക്കും 1,00,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറണം പറഞ്ഞ സാധനമല്ലേ ഇത്? അതെ ടൈം ചെയിൻ. ഇതാണ് അതിൻ്റെ പാക്കിങ്. പൊട്ടി ഇതാണ് ടൈമിംഗ് കേസ് പാക്കിങ്. ഇതാണ് എൻ്റെ പാക്കിങ് വരുന്നത്. ആകെ പൊട്ടി ഇതായി. ഇത് കറക്റ്റ് മാറാനുള്ള സമയമാണ് അല്ലേ? അതെ നമുക്ക് ഗൈഡും ലിവറും അതുപോലെ ടെൻഷറും ഊരെടുക്കാം. ടൈറ്റാണ്, അത് കാരണം അങ്ങനെ ലിവറേജൊന്നും വലിയ പിടിച്ചോളൂ. ടെൻഷറിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യാം. എന്തോ ബോണ്ടാ തോന്നും ഇതിന് മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ബോണ്ടിട്ടെ ബോണ്ടായാലും ശരിക്കും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ബോണ്ടുള്ളവരെ ശരിക്കും ഇരിക്കാതെ പറഞ്ഞാൽ കേട്ടോ, ചുറ്റും കൊണ്ട് അടിച്ചിട്ട് നൈസായിട്ട് അടിച്ചിട്ട് അത് റെഡിയാക്കിയത്. ഇതൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ ഈ അഴിച്ച സാധനം ടെൻഷനർ. ഗൈഡ്. ഇതാണ് അതിൻ്റെ ലിവർ. ഈ ലിവർ ആണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നതല്ലേ? ടെൻഷർ ഇരിക്കുന്നത്. ഈ ലിവറിന് 6ൻ്റെ അല്ലെങ്കിലാണ് വരുന്നത്. ഇവിടെ കഴിക്കാൻ പറ്റില്ല. പക്ഷേ ലിവറേജിന് വേണ്ടി കൊടുക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ ടൈമിന് മാറിയില്ല വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവും സാധനം? അപ്പോൾ ചിലപ്പോൾ ടെൻഷനർ കംപ്ലൈൻ്റ് ആയിട്ട് അതിങ്ങനെ ടെൻഷനർ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഈ ചിലപ്പോൾ ചെയിൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടി കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ ഇറക്കണം. പൊട്ടി കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ വാൽവ് ബെൻഡായിരുന്നു. എഞ്ചിൻ അയച്ചിട്ട് ചിലപ്പോൾ അയച്ചിട്ട് ലൈറ്റിലോടൊക്കെ വാൽവൊക്കെ മാറേണ്ടി വരും. അതെല്ലാം കറക്റ്റ് ടൈമിൽ മാറാണെങ്കിൽ ഇതുപോലെ മറ്റേ മെയിൻ ഇത് അഴിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ? ചെറിയ പൈസ വരല്ലോ. ഇതാണ് ചെയിൻ. ടൈമിംഗ് ചെയിൻ ഇത് ലൂസാവുക ചെയ്യുക. ഇതാണ് സ്പോക്കറ്റ്, ചെറിയ സ്പോക്കറ്റ്. ഇതും മാറും അല്ലേ? ഇതും മാറും. ഞാനും ജോഫേട്ടനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇത് ലൂബ്രേഷൻ ഓയിലിൻ്റെ ഇത് പൈപ്പ് കൊടുത്തിട്ടുള്ള ചെയിനിൽ ലൂബ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് അല്ലേ? പൈപ്പ്
ഇരുട്ട് കാരണം കാറുണ്ടോ അറിയില്ല. അത് ഈ കാണുന്നതാണ് അതിൻ്റെ പൈപ്പ്. അത് ഞാൻ അയച്ചിട്ട് കറക്റ്റ് കാണിച്ചെടുക്കാം. ആ ഇതില്ല, ഇതാണ് ഹോള്. ഇത് കാണുന്നല്ല ഹോള്. ഇത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അത്ര തന്നെ ഹോള്. ഇത് ഇതിൽ കൂടെ ഈ ടൈമിങ് ബെൽറ്റിന് അല്ല ടൈമിങ് ചെയിന് ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം നമ്മൾ അയച്ചു. ഇത് അയച്ചെടുക്കില്ല, ഈ സാധനം മാറ്റില്ലേ? അപ്പം അത് മാറ്റാറാണ്. ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ. ഇപ്പം ഇത് ഇതിൻ്റെ ഓയിലിൻ്റെ പൈപ്പ് എന്നാ ഓയിൽ സമ്മ ഇവിടെ നിന്ന് വരും ഓയിൽ സമ്പ്. അത് ഈ സാധനം അഴിച്ചിട്ട് ഓയിൽ പാത്രമാണ് അത്. അപ്പോൾ നമ്മൾ ഇതാണ് സ്റ്റാർട്ടിങ് മോട്ടർ വരുന്നത്. അപ്പോൾ അത് അഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും. എന്ത് പേര് പറയും? ഹെഡിൻ്റെ ഉള്ളില് കാർബൺ ഡെപ്പോസിറ്റ് ആണല്ലേ, കാർബൺ നടന്നേക്കണത്. നമ്മൾ കറക്റ്റ് ടൈമിൽ ഓയിൽ മാറാതൊക്കെ വരുമ്പോഴല്ലേ ഇവരിങ്ങനെ EGR ബ്ലോക്കൊക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെ വരിക. കണ്ടോ, ഇത്രയും കാർബണാണ് വാങ്ങിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യണ ഓക്കെ. അപ്പൊ ഇഞ്ചിൻ പണി ചെയ്യുന്ന സമയത്ത് എന്തായാലും അഴിച്ചതാണ്. അപ്പൊ ഇതിന്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ അതിനുള്ള ബ്രഷ് വരുന്നുണ്ട്. അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് മാറ്റണമെങ്കിൽ നല്ലത്. ശരിക്കിപ്പോ 1,20,000-30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഏകദേശം സ്റ്റാർട്ടിംഗ് മോട്ടർ അയച്ചിട്ട് അതിന്റെ ബ്രഷും കാരണം മാറ്റി നല്ലത്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ടിക് ടിക് സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രഷ് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി എവിടെ പോയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ എല്ലാ ഭാഗം നോക്കിയിട്ട് ചെയ്യുന്നത് നല്ലത്. ഇതോടെ വെക്ക്, ഇത് കൊണ്ടുപോകാം. നമ്മൾ ഏകദേശം ഒരു 3 മണിക്ക് 3-3:30 സ്റ്റാർട്ട് ചെയ്ത പണിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണിയായി. അപ്പോൾ ആളൊറ്റക്കും ഞാൻ സഹായത്തിന് നിലക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളിത് സ്ഥിരമായിട്ട് ചെയ്യണ വേണ്ട ആൾക്ക് കുഴപ്പമില്ല. നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കറക്റ്റ് പണി നടക്കില്ല. ഇതാ മഴയും പെയ്തു. കൈയോണ്ടും പിടിച്ചിട്ട് സാധനം ഇളകണമെന്നില്ല കേട്ടോ. ഇനി കട്ട് ചെയ്തോ. അടുത്ത പോർഷൻ ഇൻജക്ടർ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന 2 സ്റ്റഡി ബോൾട്ടാണ്. അതാണ് പൈക്കുന്നത്. ആള് പണിക്ക് കാരണം മൂപ്പർക്ക് സൗണ്ട് കുറവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏറ്റു പറഞ്ഞത് വേണ്ട അല്ലേ? പഴയ ആൾക്ക് എന്താ പറഞ്ഞാൽ ആൾക്ക് വയ്യ വർത്താനം പറയാൻ. അത് പഴയത്തോണ്ടിരിക്കുക. ഞാൻ വെറുതെ ഇരിക്കില്ലേ. മൊത്തം 16 വോൾട്ട് ഉണ്ട് ഈ മേലത്തെ മാത്രമാണ്. നേരത്തെ മാത്രം 16 വോൾട്ട് ഈ ഒരു പീസ് ഈ ഒരു സാധനം അയച്ചെടുക്കുന്നത് മാത്രമുണ്ട്. ആള് 4 വോൾട്ട് അയക്കുമ്പോൾ ഞാൻ 1 വോൾട്ട് അയക്കുന്നത്. ഡീലറുണ്ട് കൊണ്ടുപോകണതാ. അല്ല ഇതിൽ ഈ ബോക്സ് എടുത്തു. ഇതില്
രണ്ട് സ്റ്റഡി പിന്നാണ് ജോഫിട്ട് ഊരിയെന്നാണ് മോളിൽ. പിന്നെ ഇതെന്താ? ഇത് ഹൈഡ്രോളിക് ടാപ്പറ്റ്. ഇതാണ് ടാപ്പറ്റ് പറയുന്നത്. ഇതാണ് റോക്കറാണ്. ഇത് ഹൈഡ്രോളിക് ടാപ്പറ്റും ഇത് റോക്കറാണ്. സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതെന്തുണ്ട്? ഈ രണ്ട് പിന്നെ എന്തുണ്ട്? കുട്ടൊന്നും ഇത് എടുക്കാറുണ്ട്. ഉള്ളിലുള്ള ഇതിനടുത്ത് പൊക്കിഞ്ഞോട്ട് പോരണം. അപ്പൊ എന്തുകൊണ്ടാണ് അത് പൊക്കി കഴിഞ്ഞാൽ പോരാതെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്? ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, ജാമായിട്ട് അല്ലേ? അതായത് പണി വന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അല്ലേ? ഇതിനെന്താ മൊത്തം പേര് പറയും സാധനത്തിന്? ഈ ഇതിന് ഹെഡ്. ഇതാണ് ഹെഡ് പണിയാ, ഹെഡ് അയക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹെഡ് എന്ന് പറഞ്ഞ സംഭവം. ഒരു പ്ലെയർ എടുത്ത് പ്ലെയർ ഇത് ടൈറ്റ് ആയിരുന്ന പ്ലെയർ കൊണ്ട് എടുത്തു. ഇതെന്താ പയച്ചിരിക്കണതൊക്കെ? ഇത് ഇതൊക്കെ നമ്മള് ഇതൊക്കെ മാറ്റുന്ന സാധനങ്ങള് അഴിച്ചാൽ പോരാത്ത കാരണമാണ് പ്ലെയർ വെച്ചിട്ട് അഴിക്കുന്നത്. ഞാനൊരു രക്ഷയില്ല, കുറെ നോക്കി. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതെന്താ ഈ സാധനത്തിന് പേര്? ഇത് ക്യാം ഷാഫ്റ്റാ. ഇതാണ് ക്യാം ഷാഫ്റ്റ്. 2 ക്യാം ഷാഫ്റ്റ്. അപ്പോൾ നജീബ് അവിടെ ഗൾഫിൽ പോയിട്ട് കുറച്ചു നേരം ഇതിന്റെ മുന്നിലിരുന്ന് കൊണ്ടു. അവനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അവിടെ നിന്നിട്ട്. പിസ്റ്റനൊക്കെ എത്തണല്ലോ, പൊളിക്കണ്ടേ? അവൻ വന്നപ്പോഴും ചോദിക്കുന്നത് പിസ്റ്റനാണ്. ഇത്ര നേരം ഇവിടെ വന്നു നോക്കാതെ ഇപ്പോൾ വന്നിട്ട് അവൻ പിസ്റ്റൻ ചോദിക്കുക. ഇത് ഈ ഹെഡിന്റെ ബോൾട്ട് അയക്കാൻ പോവാണ്. 55ന്റെ ഫ്ലവർ ബിറ്റാണ് വരുന്നത്. ഹെഡ് അയക്കണ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതിനടിയിൽ പെട്ടോ? ഇതാ 5 ഇഞ്ചിന്റെ റാഡ്. ആദ്യം സെന്ററിന്നല്ല തെറ്റെന്നാണ് ലൂസ് ആകുന്നത്. ഇതിന് ഓരോ പൊസിഷൻ ഉണ്ട്. ഇതൊന്ന് പിടിച്ച പിടിക്കുമ്പോൾ വായി ഇതൊന്ന് തിരിയാണ്ടിരിക്കാണ്ട് പിടിക്കേണ്ടി വരും. ഇത് പിടിക്കും. ഇതില്ലേ താഴത്തില്ലേ?
ഇതെന്തതിനുള്ള ചളി കാണുന്നത്? അത് ഇഞ്ചക്ടർ ഇരിക്കുന്ന ഭാഗമാണ്. ആ, ഒരു കറുത്ത പൊടി മറ്റേ ഇത് മൊത്തത്തിലുണ്ട് ഫ്ലവർ 10. അത് 10 ഫ്ലവർ ഉണ്ട് നമുക്ക് കഴിക്കാൻ. ഹെഡിൻ്റെ ബോൾട്ട്. ഇറങ്ങി പിടിക്കറ കൈമാക്കാൻ പാടില്ല. ഞാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് അഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബോൾട്ട് ഒരെടുക്കാം. അമ്പോ വലിയൊരു ബോൾട്ടാട്ടോ, നിസ്സാരക്കാരനല്ല. നിസ്സാരക്കാരനല്ല, വലിയ ബോൾട്ടാണ്. 2 പിന്നെ ഈ ഓയിൽ കാരണം കാണാമെന്നില്ല, കണ്ടുപിടിക്കുന്നത്. 3 4 5 6 7 8 9 അങ്ങനെ 10 എണ്ണം ഊരെടുത്തു. ഇനി നമ്മൾ ഇത് ഊരാൻ പോവാണ്. ജോഫേട്ടൻ അതാ പൂർവാധി ശക്തിയോടുകൂടി ഊരെടുത്തിരിക്കുന്നു. ആയിവ ഹെഡ് അയച്ചു. ഇതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഇതെന്താ പിസ്റ്റനാണത്? ഇത് പിസ്റ്റൺ വാൾവ്. ഇതെന്തത് ഇങ്ങനെ? ഇതെന്താ സംഭവം? ഇത് നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഉണ്ട്. ഇതും കുഴപ്പമില്ല. ഇതിൻ്റെ മേലെയും ഒരു ഇത് കാണുന്നുണ്ട്, ഒരു തരിതിരി പോലത്തെ സംഭവം കാണുന്നുണ്ട്. ഇതാണ് വാൾവ് എന്ന് പറയുന്നത്. ഇത് ലൈത്തിൽ കൊണ്ടുപോയിട്ട് ജോഫിയേട്ടൻ പറയുന്നത് ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ഉള്ളത് അവർ മാറ്റും എന്നാണ് പറയണത്. ഇതിലും ചെറുതായിട്ടൊരു കളർ കയറിയിട്ട് കാണാനുണ്ട്. എന്തോ നമുക്കറിയില്ല. ചെക്ക് ചെയ്തിട്ട് സ്റ്റെം സീലും മാറി വാൽവ് ഫേസ് ഹെഡ് ഫേസ് ചെയ്യണമെങ്കിൽ അത് ഫേസ് ചെയ്തിട്ട് ക്ലിയർ ആക്കി തരും. ഇതാണ് ഹെഡ് ഗ്യാസ്കറ്റ്. ഹെഡ് ഗ്യാസ്കറ്റ്. ഇതെന്താ ചളി? അത് ഇഞ്ചക്ടർ നമ്മൾ ഊരാൻ വേണ്ടിയിട്ട് കൊക്കക്കോള ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. അതാണല്ലേ. ഇതിലിപ്പോൾ പിസ്റ്റൺ എന്ന് പറഞ്ഞ സാധനം ഇവിടെ. ഇതാണ് പിസ്റ്റൺ. ഈ കാണുന്നത് 4 പിസ്റ്റൺ. ഇതിനാണ് പിസ്റ്റൺ അല്ലേ? 4 പിസ്റ്റൺ. സാധനം മേലേക്ക് വന്ന് അടിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മളിത് പിസ്റ്റൺ അയച്ചെടുക്കില്ല ഇപ്പോൾ? ഇല്ല, ഇതിപ്പോൾ ഞാൻ ഒരു ലൈറ്റിലുണ്ടായി ചെയ്യും. ഇത് നമ്മളിത് ഇത്ര 1 2 3 4 പീസാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ അവർ ചെയ്യില്ലേ? അവർ റെഡിയാക്കി തരും അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മൾ കയറ്റി കൊണ്ടുപോയി ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ജോഫിയേട്ടാ ഇനിയിപ്പോൾ ഇഞ്ചിൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ പിസ്റ്റൺ? ഈ സൈഡൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഈ സൈഡൊക്കെ വേണ്ട പിസ്റ്റൻ്റെ ഇത് തന്നെ മാറി ഉണ്ടല്ലോ ഇവിടെ. അതുപോലെ ഇതിലും അതെ, ഈ പിസ്റ്റണിൽ ഈ ഭാഗത്ത് കേട്ടോ, ഈ സൈഡ് പോയിൻ്റ് ഇവിടെ ബാക്കി രണ്ടും കുഴപ്പമില്ല. എന്നാലും സിലിണ്ടറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സിലിണ്ടർക്ക് ബോർ ചെയ്യേണ്ടി വരും, വേറെ ശരിയാക്കേണ്ടി വരുമായിരിക്കും.